ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൺഡേയിലെടുത്ത വ്ളോഗാണ്. അപ്പോൾ ഇന്നാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. ഒത്തിരി നാളെ ലോങ് വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ മടിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ നല്ല കുട്ടിയായിക്കോളാം. അങ്ങനെ സൺഡേ അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ട് വന്നിരുന്നു. രാവിലെ പള്ളിയിൽ പോയി വന്നുകൊണ്ടാണോ അറിയില്ല, നല്ല ഉഷാറായിരുന്നു. എന്താണെന്നറിയില്ല, പതിവിലും നല്ല ഉഷാറ്. അല്ലെങ്കിൽ രാവിലെ നേരത്തെ എനിക്കും നമുക്ക് അതിലും നല്ലൊരു ഉഷാറുണ്ടാവുമല്ലോ. അപ്പം രാവിലത്തെ ഇത് നമുക്ക് പ്രത്യേക ഒരു എനർജി തരുന്ന സമയമാണല്ലോ. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ വേഗം കിച്ചണിലേക്ക് വന്ന് പിന്നെ പാലൊക്കെ എടുത്തു. അപ്പോൾ വരുന്ന വഴിക്ക് 1-2 സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണെന്ന്. പുട്ടും റോബസ്റ്റ് പഴവും കഴിക്കാമെന്നൊരു മോഹം. അപ്പോൾ ഇന്ന് അങ്ങനെ പുട്ടുപൊടിയും പഴവും വാങ്ങിച്ചിട്ട് ഞാൻ പോന്നിട്ടാ. അപ്പോൾ രാവിലെ തന്നെ ഒരാൾക്ക് പാല് വെച്ചു, പിന്നെ മറ്റേ ആൾക്ക് ചായ ഉണ്ടാക്കി. അങ്ങനെ ഓരോന്നോരോന്ന് തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ. അപ്പം പുറത്ത് നല്ല വെയിൽ, നല്ല ചൂടുമുണ്ട്. തുണികളൊക്കെ അലക്കിയിടാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുപോലെ നല്ല വെയിലുണ്ട്. അപ്പോൾ പൊന്നൂസിനുള്ള പാല് തിളപ്പിക്കാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ ബാക്കി പാലുകൊണ്ട് ടുണ്ടൂസിന് ചായ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഡയറ്റ് ആയതുകൊണ്ട് ചായ കൂടി നിർത്തി വെച്ചേക്കണം. അപ്പോൾ രാവിലെ എനിക്ക് ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീക്കുള്ള വെള്ളമാണ് അപ്പുറത്ത് വെച്ചേക്കണത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്രീൻ ടീ ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായ കൂടി കട്ട് ചെയ്തേക്കാണ്. വൈകുന്നേരം ഒരു ഗ്ലാസ് കുടിക്കും, മധുരമില്ലാത്ത. പക്ഷേ രാവിലെ അപ്പോൾ കുടിക്കലില്ല. അപ്പം അങ്ങനെ പാല് കാച്ചിയെടുത്തു. അപ്പോൾ ഞാൻ ഗ്രീൻ ടീയുടെ വെള്ളം തിളച്ചപ്പോൾ അതിനകത്ത് ഗ്രീൻ ടീയുടെ സാഷി ഇടാണ്ട് ഞാനിങ്ങനെ സാഷിയായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ടീ ബാഗ് അതിനകത്തേക്ക് ഇട്ടാൽ മതിയില്ല ഗ്രീൻ ടീയുടെ. അപ്പോൾ അങ്ങനെ അതൊരു തിളക്കി കൂടെ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നുണ്ട്. ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായിരുന്നു. ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ മടിയായിട്ട് പിന്നെ അത് അങ്ങനെ കഴിച്ചത് അവിടെ അങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് കിടന്നു. അപ്പോൾ അതൊന്ന് വേഗം കഴുകി വെക്കുന്നുണ്ട്. അധികം ഒന്നുമില്ല, 1-2 പാത്രങ്ങളൊക്കെ ഉള്ളൂ. കുക്കറും പിന്നെ ചീഞ്ചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വേഗം അതൊന്ന് കഴുകിയെടുക്കട്ടേട്ടാ. അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഡുണ്ടുമോൾക്കുള്ള ചായ ഞാൻ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂസിനുള്ള പാലവിടെ ആറ്റി വെച്ചിട്ടുണ്ട്. 2 പേർക്കും എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡ് കോഫിയും എല്ലാ സാധനങ്ങളും വേണമല്ലോ. ബെഡ് കോഫി അല്ല, ബെഡ് ടീ ആണ് കേട്ടോ. കോഫി അവർ കുടിക്കില്ല, അവർക്ക് ടീ തന്നെ വേണം. അപ്പോൾ ഒരാൾക്ക് പാലാക്കി കൊടുക്കുന്നുണ്ട്, ഒരാൾക്ക് ചായയും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുടിപ്പിച്ചിട്ട് വേണം സൺഡേ ക്ലാസ്സിന് വിടാനായിട്ട് പൊന്നൂനെ. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ അവർക്ക് കൊണ്ടുകൊടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു കടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പുട്ടിന് പൊടി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ല. അത് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ബെഡും അവർ എഴുന്നേറ്റ് പോകുന്നതല്ല. അപ്പോൾ തലോണ കവറും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് രാവിലെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം വീടിൻ്റെ ഉള്ളിൽ. എനിക്കിഷ്ടമില്ല കേട്ടോ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ബെഡിൽ അങ്ങനെ ഷീറ്റും കാര്യങ്ങളൊന്നും കിടക്കുന്നത്. ഞാൻ എത്ര വേഗം അതൊക്കെ മടക്കി ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പോവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതുപോലെയാണ്. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പകുതി പണി കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി വന്ന് റൂമിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും? അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കുഞ്ഞുങ്ങളെയും കൂടി അത് ശീലിപ്പിക്കണം, നല്ലതായിരിക്കും. ഇവിടെ ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ അതിന് പറയാറുണ്ട്, പക്ഷെ അവരങ്ങനെ ചെയ്യാറില്ല. കുറച്ചും കൂടി വലുതായി വരുമ്പോൾ അവരെ കൊണ്ട് എന്തായാലും ഞാനത് പഠിപ്പിച്ച് വെക്കും, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് റെഡി ആക്കിയിട്ട് പിന്നെ ജനലയുടെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ച് കുറച്ചൊരു എയർ പാസ്സൊക്കെ ഒന്ന് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു രസം, എന്തൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ പറയുക, പിന്നെയും കമൻസിൽ വന്നിട്ട് ബെഡ്ഷീറ്റ് എവിടെ നിന്ന് മേടിക്കുന്നത് ചേച്ചി, ബെഡ്ഷീറ്റ് എവിടെ നിന്നാന്ന്. എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാനൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല ബെഡ്ഷീറ്റൊന്നും. ഇതിപ്പോൾ വിരിച്ചേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നാൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 2-3-4 ബെഡ്ഷീറ്റ് സെറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിരിക്കണത്. ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്താട്ടാ ഞാൻ.
അങ്ങനെ അവിടുത്തെ കലാപരിപാടി കഴിഞ്ഞ് നേരെ ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടില്ലേ, ഒരാൾ പാല് കുടിക്കുന്നു, ഒരാൾ ചായ കുടിക്കുന്നു. അങ്ങനെ സോഫയുടെ വിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് നേരേക്ക് ഇട്ടു. ഇനിയിപ്പോൾ അടുത്തത് മീന് തീറ്റ കൊടുക്കാം കേട്ടോ. മീന് ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ കൊടുക്കാറുള്ളൂ, എല്ലാ ദിവസവും കൊടുക്കാറില്ല. മീനൊന്നുമില്ല, അധികം മീനൊന്നുമില്ല, കുറച്ച് മീനുള്ളൂ. അപ്പം ആ സക്കറ് താഴെ വന്നിറങ്ങണം. അപ്പോൾ അതിനെ ഞാൻ തട്ടിക്കൊണ്ടിരിക്കണേ. പക്ഷെ അത് അനങ്ങണില്ല അവിടെ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വെയിൽ മൂക്കണതിന് മുന്നേ പുറത്തേക്ക് വേഗം വന്നിട്ട് ചെടികളൊക്കെ നനയ്ക്കാനായിട്ട്. ചെടികളൊക്കെ ഒരു വകയായിട്ടിരിക്കുകയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം അങ്ങനെ വലിയ കെയറിങ്ങൊന്നും ചെടിക്ക് കൊടുക്കാറില്ല. എന്താണെന്നറിയില്ല, എന്നാവുന്നത് നേരം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെടിക്ക് കൊടുക്കാറില്ല കേട്ടോ. എന്നെക്കൊണ്ടാവണ രീതിയിലൊക്കെ വല്ല സബോളയുടെ തൊണ്ടോ മുട്ടയുടെ തൊണ്ടോ വല്ല ചകിരിച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിടാറുള്ളൂ. പക്ഷേ ഈ മറ്റേ ആന്തൂറിയത്തിൽ എപ്പോഴും നല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ എനിക്കൊരു സന്തോഷമുള്ളൂ. അതുമ്പോൾ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മുളകും തൈമ കുറേ മുളകും ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ വിറ്റങ്ങൾക്ക് രാവിലെ തന്നെ കുറച്ച് വെള്ളം കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇപ്പോൾ നല്ല വെയിലല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അവർക്കൊന്ന് നന കൊടുക്കട്ടെ കേട്ടോ കുറച്ച് നേരം. മുറ്റത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ബാക്കിയത്തെ ചോറിൻ്റെയും കറിയുടെയും കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് നനച്ചെടുക്കണ്ടേ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മുറ്റം അടിച്ചു വരാനായിട്ട്. അപ്പോൾ ചെടികൾ നനയ്ക്കട്ടെ കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ആരും നിർബന്ധിക്കണില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ചെടി നനയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് മിറ്റടിച്ച് വരാൻ പോവാണ് കേട്ടോ. മിറ്റം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ട് മെറ്റിലിട്ടാണെങ്കിൽ കൂടെ അടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം വെറുതെ ഒന്ന് അടിച്ച് ഇങ്ങനെ തോണ്ടി പോവുള്ളൂ, വലിയ കാര്യമായിട്ട് ചപ്പും ചവറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തുണികൾ സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെഡ്ഷീറ്റും അതൊക്കെ അഴക്കിയെന്ന് എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട്, ഇവിടെ നല്ല വെയിലുണ്ട്, അഴയുടെ അവിടെ വെയിൽ കുറവാണ്. അപ്പം ഞാനിവിടെ ഫ്രണ്ടിലെ സ്റ്റാൻഡുമ്പോൾ കൊണ്ടുവന്നിട്ട്, ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മനസ്സറിഞ്ഞ് വാങ്ങി തന്നൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എല്ലാം കുറേ തുണികൾ കുഞ്ഞുങ്ങളുടെ കയ്യിലും കുരു എന്നുള്ള തുണികളൊക്കെ അതും ഇട്ടിട്ട് നമുക്ക് മഴ വരുമ്പോൾ നമുക്കത് വേഗം എടുത്തുകൊണ്ടൊന്ന് ഷീറ്റിൻ്റെ അടിയിൽ വയ്ക്കാം, വെയിൽ വരുമ്പോൾ എടുത്ത് അവിടെ വയ്ക്കാം. അതുകൊണ്ട് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് അത് ഓൺലൈനിലുണ്ട്, പിന്നെ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല സാധനമാണ്, വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചോളൂ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത കലാപരിപാടി ഗ്രീൻ ടീയുടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ വന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നത്, പിന്നെ ഞാൻ നിർത്തി. ഇപ്പോൾ വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തേക്കാണ്, ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണതിനും കൊണ്ട്. അപ്പോൾ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പുട്ട് ചൂടാന്ന് വെച്ചിട്ട് പിള്ളേർക്ക് പുട്ട് കൊടുക്കാൻ എനിക്ക് റോബസ്റ്റ് പഴം കഴിക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞു. ഇനി പുട്ട് കൊടുത്തിട്ട് വേണം പൊന്നൂസിനെ സൺഡേ ക്ലാസ്സിന് അയക്കാനായിട്ട്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഞാൻ പുട്ട് ഒരു കുറ്റി വെക്കട്ടെ കേട്ടോ. അങ്ങനെ പുട്ടും കാര്യങ്ങളൊക്കെ വെച്ചു, തേങ്ങയൊക്കെ വെച്ചു. ഞാൻ പുട്ടും കുറ്റി കുടത്തുമ്മയ്ക്ക് വെച്ചു കേട്ടോ. പുറത്ത് കണ്ട നല്ല പുറത്തുനിന്ന് വെയിലിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ വന്ന് കിടക്കുന്നുണ്ട് അതുമ്മേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്നല്ല സുഖമായിട്ടിരിക്കണില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ പുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൊന്നു അവിടെ ഏതാണ്ടൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കണ പുട്ട് വേഗം ചുട്ട് തട്ടിയുടെ ഒരു കണയുടെ ആവശ്യമുള്ളൂ. അവർക്ക് രണ്ടുപേർക്ക് മാത്രം കഴിക്കാനല്ല, അവരൊരു കഷ്ണം കഴിച്ചെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ചുടണില്ല, ഇനിയിപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി. ഇനി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കറിക്കുള്ള കാര്യങ്ങളും അതൊക്കെ ചെയ്യണം. അവരതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ അകത്ത് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു
കുറച്ചും കൂടെ പുട്ടുപൊടി ബാക്കിയുണ്ടായത് വീണ്ടും ഞാൻ അതും കൂടി എടുത്തിട്ട് കണയിലേക്ക് വെച്ച് അവസാനിപ്പിക്കാമെന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പരിപാടി ഇപ്പോൾ ഏകദേശം കൂടെ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലും ഇതും കിട്ടുന്നതിനോട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അത്. പിന്നെ കുറച്ച് നേരം ഞാൻ ഇത്തിരി ചൂടുവെള്ളം എടുത്തിട്ട് ഞാൻ ഹാളിൽ വന്നിരുന്ന് കുടിക്കാനുണ്ട്. അപ്പോൾ പ്രേമലു സിനിമയുണ്ട്, അതെപ്പോൾ വന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കും, നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും പ്രേമലു സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളെ പൊന്നിനെ സൺഡേ ക്ലാസ്സിലാക്കി. പിന്നത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാങ്ങക്കറി വെച്ചു, ചോറ് വെച്ചു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. മാങ്ങക്കറിയുടെ റെസിപ്പിയൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി ഒന്നും പറയണില്ല കേട്ടോ. അപ്പോൾ അതേ പപ്പടം വറക്കാണ്ട് ചോറിന് എൻ്റെ മാങ്ങക്കറിയും പപ്പടവും ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ചോറിന് സമയം ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ പൊന്നു സൺഡേ ക്ലാസ്സിലൊക്കെ പോയി വന്നു. അപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് ഇതേ വേഗം പപ്പടം ചെറിയ പപ്പടമാണ് കേട്ടോ. അത് വറുത്ത് കോരി എടുത്തിട്ട് വേഗം ചോറ് എടുക്കട്ടെ കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ടാവും. അപ്പോൾ ചോറെടുത്തു. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചോറിന് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ വൈകുന്നേരം വീണ്ടും അടുത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പോകണം. അപ്പോൾ ചോറെടുത്തു. അതേ ഉപ്പേരി വെച്ചു, വഴുതനങ്ങ ഉപ്പേരിയിലട്ട മെഴുക്ക് വരട്ടി വെച്ചു, പപ്പടം എടുത്തു, മാങ്ങക്കറി, നല്ല സൂപ്പർ അങ്കമാലി മാങ്ങക്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. നല്ല മണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കണ്ടിട്ട് ഇപ്പം അത് ചോറ് കഴിക്കാൻ തോന്നുന്നു. നല്ല രീതിയിൽ മുളക് പൊടിയൊന്നും ഇല്ലാണ്ട് താളിച്ചപ്പോൾ മാത്രം മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഞാൻ വെച്ചേക്കണം കേട്ടോ. അതെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള എന്ത് വീഡിയോ, ബൈ.